അടുത്ത ലോ നമ്പർ 30 ബാറ്റർ ഔട്ട് ഓഫ് ഹിസ് ഗ്രൗണ്ട് എന്നാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. വെൻ ഔട്ട് ഓഫ് ഹിസ് ഗ്രൗണ്ട് എ ബാറ്റർ ഷാൽ ബി കൺസിഡർഡ് ടു ബി ഔട്ട് ഓഫ് ഹിസ് ഗ്രൗണ്ട് അൺലെസ് സം പാർട്ട് ഓഫ് ഹിസ് പേഴ്സൺ ഓർ ബാറ്റ് ഈസ് ഗ്രൗണ്ടഡ് ബിഹൈൻഡ് ദ പോപ്പിംഗ് ക്രീസ് അറ്റ് ദ എൻഡ്. അതായത് ക്രീസിൻ്റെ പുറകെ പുള്ളിയുടെ എന്ന് പറഞ്ഞാൽ ബാറ്ററുടെ എന്തെങ്കിലും ഒരു പാർട്ട്, ബാറ്റോ അല്ലെങ്കിൽ പുള്ളിയുടെ ഷൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലോത്തോ എന്തെങ്കിലും വരയ്ക്ക് ബിഹൈൻഡ് പോപ്പിംഗ് ക്രീസ് വരുമ്പോഴാണ് ആൾ ഗ്രൗണ്ടഡ് ആണെന്ന് പറയുക. However, a batter shall not be considered to be out of his ground if in running or diving towards his ground and beyond, and having grounded some part of her person or bat beyond the popping crease, there is subsequent loss of contact between the ground and any part of the his person or bat between the bat and the person. അതായത് വേറെ ഒന്നുമല്ല, നമ്മൾ ഓടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡൈവ് ചെയ്യുന്നു, എന്ന് വെച്ചാൽ ഇപ്പോൾ റണ്ണൗട്ട് ആവാനുള്ള ചാൻസ് കളയാൻ വേണ്ടി നമ്മൾ അടി ക്രീസിൽ കയറാൻ നോക്കുന്നു. അപ്പോൾ നമ്മൾ കുത്തിയതിന് ശേഷം ജസ്റ്റ് ബിഹൈൻഡ് ആയതിന് ശേഷം ഒന്ന് പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മൾ പൊങ്ങിപ്പോയാലും ഇത് നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് തന്നെ സബ്സിക്വൻറ്റ് ലോസ് ഓഫ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം കോൺടാക്റ്റ് വിട്ടുപോയാലും നമ്മൾ ഗ്രൗണ്ടഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടും എന്നാണ് പറയുന്നത്. അപ്പോൾ വിച്ച് ഈസ് ബാറ്റേഴ്സ് ഗ്രൗണ്ട് എന്ന് വെച്ചിട്ടുണ്ട്. ഇഫ് ഓൺലി വൺ ബാറ്റർ ഈസ് വിത്തിൻ എ ഗ്രൗണ്ട് ഇറ്റ് ഈസ് ഹിസ് ഗ്രൗണ്ട് ആൻഡ് വിൽ റിമെയിൻ സോ ഈവൻ ഇഫ് ഷീ ഈസ് ലേറ്റർ ജോയിൻ ദർ ബൈ അതർ ബാറ്റർ. ഈ റണ്ണൗട്ട് ആവുന്ന കേസിലൊക്കെയാണ് ഈ ഒരു സംഭവം എസ്പെഷ്യലി മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ റണ്ണൗട്ട് ആവുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ നോൺ സ്ട്രൈക്കിൽ നിൽക്കുകയാണ്, അപ്പോൾ ഒരാൾ അതെൻ്റെ ഗ്രൗണ്ട് ആണെന്ന് പറയുന്നത്, ആ ക്രീസിന് പിറകെയുള്ള എൻ്റെ പൊസിഷനാണ്, ഇപ്പോൾ എൻ്റെ ഗ്രൗണ്ടാണെന്ന് പറയും. അപ്പോൾ അതിലേക്ക് ലേറ്റർ ഓൺ ഒരു ബാറ്റ്സ്മാൻ ഓടി കയറിയാലും ഞാൻ അവിടെ നിന്ന് വിട്ടുപോയിട്ടില്ലെങ്കിൽ അത് എൻ്റെ ഗ്രൗണ്ടായിട്ട് തന്നെ നിലനിൽക്കും എന്നാണ് പറയുന്നത്. ഇഫ് ബോത്ത് ദ ബാറ്റേഴ്സ് ആർ ഇൻ ദ സെയിം ഗ്രൗണ്ട് ആൻഡ് വൺ ഓഫ് ദം സബ്സിക്വൻ്റ്ലി ലീവ്സ് ദ ബാറ്റർ ബിലോങ്സ് ടു ദ ബാറ്റർ ഹു റിമെയിൻസ്, ദ ഗ്രൗണ്ട് ബിലോങ്സ് ടു ദ ബാറ്റർ ഹു റിമെയിൻസ്. അതായത് ഞാൻ ഈ പറഞ്ഞ അതേ സിറ്റുവേഷനിൽ തന്നെ ഞാൻ നോൺ സ്ട്രൈക്കർ നിൽക്കുക, സ്ട്രൈക്കർ ഓടി വന്നു എൻ്റെ ഇവിടെ കയറി, അപ്പോൾ ഞാൻ അതിന് ശേഷം അതിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ഗ്രൗണ്ടല്ല, അത് മറ്റവൻ്റെ ഗ്രൗണ്ടാണ്. അപ്പോൾ പുള്ളിയാണ് ഗ്രൗണ്ടഡാന്ന് ഉള്ളൂ. ഇഫ് ദർ ഈസ് നോ ബാറ്റർ ഇൻ എയ്തർ ഓഫ് ദ ഗ്രൗണ്ട് ദെൻ ഈച്ച് ഗ്രൗണ്ട് ബിലോങ്സ് ടു വിച്ച് എവർ ബാറ്റർ ഈസ് നിയർ ടു ഇറ്റ്. അതായത് രണ്ട് ബാറ്ററും രണ്ടുപേരും ഗ്രൗണ്ട് പുറത്തിറങ്ങിയേക്കുന്ന, അപ്പോൾ ഏതെങ്കിലും റണ്ണൗട്ട് ചാൻസ് വന്നു, അപ്പോൾ ഇപ്പോൾ നോൺ സ്ട്രൈക്കറോ ഏത് എൻഡിൽ ആണ് കൊണ്ടേ, അപ്പോൾ ആ എൻഡിൽ നിന്ന് ഏത് ബാറ്ററാണോ ക്ലോസ് അത് അയാളുടെ ഗ്രൗണ്ടായിട്ട് കൺസിഡർ ചെയ്യും. അയാൾ ഗ്രൗണ്ടഡ് ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ വിക്കറ്റായിരിക്കും പോകുന്നത്. ഓർ ഇഫ് ദ ബാറ്റേഴ്സ് ആർ ലെവൽ, അതായത് രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിൽക്കണം, വിച്ച് എവർ ബാറ്റർ വാസ് നിയറർ ടു ഇറ്റ് ഇമീഡിയറ്റ്ലി പ്രിയർ ടു ദെയർ ഡ്രോയിങ് ലെവൽ. അതായത് ഇപ്പോൾ ഈ ഒരു കേസ് പറഞ്ഞല്ലോ, നമ്മൾ ഇപ്പോൾ ഓടുന്നതിടയിൽ രണ്ടുപേരും ക്രീസിൽ കയറിയിട്ടില്ല, അപ്പോൾ റണ്ണൗട്ടാക്കാൻ വേണ്ടി ഇപ്പോൾ കീപ്പറിൻ്റെ എൻഡിൽ എറിഞ്ഞു, അവിടെ റണ്ണൗട്ടാക്കി. അപ്പോൾ ഏത് ബാറ്ററാണോ ക്ലോസർ ടു ആ ഗ്രൗണ്ട് അവരാണ് റണ്ണൗട്ടാവുക. അതാണ് അതിൻ്റെ ഒരു പൊരുൾ. ഇനിയിപ്പോൾ രണ്ടുപേരും ഒരേ ലെവലിൽ നിൽക്കുവാണെങ്കിലോ, നമ്മൾ നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ആളാരാണോ അയാൾ റണ്ണൗട്ടാവും. ആ ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ അയാളുടെ ഗ്രൗണ്ട് ആണെന്നുള്ള രീതിയിൽ അയാൾ ഔട്ടാവും. അതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇഫ് എ ഗ്രൗണ്ട്, പിന്നെ അടുത്തത് ശരിക്കും ഇപ്പോഴത്തെ ഇല്ലാത്ത റൂളാണ്. ഇഫ് എ ഗ്രൗണ്ട് ബിലോങ്സ് ടു വൺ ബാറ്റർ ദെൻ അൺലെസ് ദർ ഈസ് സ്ട്രൈക്കർ ഹൂ ഹാസ് എ റണ്ണർ ദ അതർ ഗ്രൗണ്ട് ബിലോങ്സ് ടു ദ അതർ ബാറ്റർ റെസ്പെക്റ്റീവ് ഹിസ് പൊസിഷൻ. അതായത് ഓരോ ഗ്രൗണ്ടും അവരുടെ, അതായത് സ്ട്രൈക്കറിൻ്റെ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ബാറ്റ് ചെയ്യുന്ന ഭാഗം, നോൺ സ്ട്രൈക്കറിൻ്റെ ഈ ഭാഗത്താണ്. പിന്നെ റണ്ണർ വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിൽ പറയേണ്ട ആവശ്യമില്ല. ബാറ്റർ ഹു ഹാസ് എ റണ്ണർ ഈസ് എ സ്ട്രൈക്കർ, ആ ഒരു കേസൊക്കെയാണ് പറയുന്നത്. അത് വിക്കറ്റ് കീപ്പേഴ്സിൻ്റെ ആണ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. റണ്ണറിൻ്റെ ഒരു റൂൾ ഇപ്പോൾ ഇല്ല, അതുകൊണ്ട് അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പൊസിഷൻ ഓഫ് നോൺ സ്ട്രൈക്കർ. ദ നോൺ സ്ട്രൈക്കർ വെൻ സ്റ്റാൻഡിങ് അറ്റ് ദ ബോളേഴ്സ് ആൻഡ് ഷുഡ് ബി പൊസിഷൻ ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ വിക്കറ്റ് ടു ദാറ്റ് ഫ്രം വിച്ച് ദ ബോൾ ഈസ് ബീയിങ് ഡെലിവേർഡ് unless a request to do otherwise is granted by the umpire. അതായത് ബോൾ ചെയ്യുമ്പോഴത്തേക്കും എറൗണ്ടോ അല്ലെങ്കിൽ ഓവർ ദ വിക്കറ്റോ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ബോളർ റൈറ്റ് ആമാണ്, ഓവർ ദ വിക്കറ്റാണ് എറിയണമെങ്കിൽ ബാറ്റ്സ്മാൻ അറൗണ്ട് സ്റ്റെംസിൻ്റെ അവിടെ ആയിരിക്കണം. അതായത് നോൺ സ്ട്രൈക്കർ അറൗണ്ട് ദ സ്റ്റെംസ് ആയിരിക്കും ഇരിക്കുന്നത്. ബോളറുടെ ആ ഒരു ബോളിങ്ങിൻ്റെ ഇടയിൽ ഇൻ്റർഫിയർ ചെയ്യാണ്ടിരിക്കണം അവർ ഓപ്പോസിറ്റിലേക്ക് നിൽക്കുന്നത്. അൺലെസ് റിക്വസ്റ്റ് ടു ഡു അതർവൈസ് ഇസ് മെയ്ഡ്. അതായത് ചില കേസുകളിൽ വേണമെങ്കിൽ ബോളർ എറിയുന്ന സ്ഥലത്ത് തന്നെ ബാറ്റ്സ്മാന് നിൽക്കാൻ പറ്റും. പക്ഷേ അതിനുള്ള റിക്വസ്റ്റ് എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടീഷൻസിൽ അമ്പയർ സമ്മതിക്കാത്ത പക്ഷം അങ്ങനെ നിൽക്കാൻ പറ്റില്ല, ഓപ്പോസിറ്റ് സൈഡിലേക്ക് എപ്പോഴും നിൽക്കുന്നത്. അത് നമ്മൾ കളിയിൽ കാണാറുള്ളതാണ്. ബോൾ ചെയ്യുന്ന അതിൻ്റെ ആ ഭാഗത്തായിരിക്കില്ല, അതിൻ്റെ അപ്പുറത്തായിരിക്കും
അപ്പുറത്തെ സ്റ്റെമ്പിൻ്റെ മറ്റേ സൈഡിലായിരിക്കും ബാറ്റ്സ്മാൻ റണ്ണർ എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതാണ് ബാറ്റർ ഔട്ട് ഓഫ് ഹിസ് ഗ്രൗണ്ട് എന്ന് ഉദ്ദേശിച്ചത്.